നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മൂലമറ്റം കോട്ടമല റോഡിന്റെയും അറക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് തൊടുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളുടെയും ബാലഗോകുലങ്ങളുടെയും ആഭിമുഖ്യത്തിൽ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് മഹാശോഭയാത്ര നടത്തി. പോലീസിനെ നിലയ്ക്ക് നിർത്തുമെന്ന് BJP ദേശീയ സമിതി അംഗം PC ജോർജ് പറഞ്ഞു. BJP ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ DYSP ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകാലത്തിൽ വേർപിരിഞ്ഞ മുതിർന്ന CPI നേതാവും പീരുമേട് MLAയുമായിരുന്ന വാഴൂർ സോമൻ അനുസ്മരണം സംഘടിപ്പിച്ചു. വാരപ്പെട്ടി ആയവന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മൈലൂർ കക്കാട്ടൂർ കാലാമ്പൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മൂലമറ്റം കോട്ടമല റോഡിന്റെയും അറക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മൂലമറ്റത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ച നീർണാക്കുന്നേൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തൊടുപുഴ പീരുമേട് താലൂക്കുകളെ ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന എറണാകുളം തേക്കടി റോഡ് യാഥാർത്ഥ്യമാവുകയാണ്. കൂടാതെ അശോകം മുതൽ മൂലമറ്റം പവർ ഹൌസ് വരെയുള്ള PWD റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുകയാണ്. മൂലമറ്റം കോട്ടമല റോഡ് സഞ്ചാരയോഗ്യമാവുന്നതോടുകൂടി എറണാകുളത്ത് നിന്നും തേക്കടിയിലേക്കുള്ള ദൂരം 40 കിലോമീറ്റർ കുറയുന്നതും ഇതുമൂലം യാത്രാസമയം മണിക്കൂറുകൾ ലാഭിക്കാൻ സാധിക്കുന്നതുമാണ്. റോഡ് നിലവിൽ വരുന്നതോടുകൂടി ഇതുവഴിയുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകും. മൂലമറ്റം മുതൽ തൊടുപുഴ വരെയുള്ള വ്യാപാരികൾക്കും പ്രദേശവാസികൾക്കും ഇതേറെ ഗുണം ചെയ്യും. മൂലമറ്റം കോട്ടമല റോഡിന്റെയും അറക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമല യാത്രികർക്കും കാർഷിക ടൂറിസം മേഖലകൾക്കും ഒരുപോലെ ഗുണകരമായ ഒരു പദ്ധതിയാണ്. നാടിന്റെ വികസനത്തിന് പശ്ചാത്തല വികസന മേഖലയുടെ വികസനം അനിവാര്യമാണെന്ന് നമുക്കറിയാം. നല്ല റോഡും നല്ല പാലവും ഉണ്ടെങ്കിൽ നാട്ടിൽ വലിയ മാറ്റം സാധ്യമാക്കാനാകും. ഇടുക്കി നിയോജക മണ്ഡലം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ഈ നാട്ടിൽ റോഡും പാലവും ഒക്കെയായി വലിയ വികസനം ശ്രീ റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സാധ്യമായി. പശ്ചാത്തല വികസന മേഖലയുടെ വികസനത്തിന് വേണ്ടി അദ്ദേഹം മന്ത്രി ആയി നിലകൊള്ളുമ്പോൾ MLA എന്നുള്ള നിലയിൽ വലിയ ഇടപെടലാണ് പൊതുവെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് കൂടി വികസനം സാധ്യമാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. പശ്ചാത്തല വികസന മേഖലയിൽ കഴിഞ്ഞ 9 വർഷത്തിലധികമായി LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ വലിയ കുതിപ്പാണ്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ മാത്രം 8000 കിലോമീറ്ററിലധികം റോഡുകൾ നമ്മുടെ സംസ്ഥാനത്ത് നവീകരിച്ചു. 13,000 കോടിയിലധികം രൂപ നവീകരണത്തിനു വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് ചെലവഴിച്ചു. മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേ 1200ഓളം കിലോമീറ്ററാണ്. കേരളത്തിന്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് വലിയ കുതിപ്പ് മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി മാറും. ഇപ്പോൾ തന്നെ പല റീച്ചുകളുടെയും പ്രവൃത്തി പൂർത്തീകരിച്ചത് വലിയ ആവേശം ആണ് പൊതുവെ ജനങ്ങൾക്ക് നൽകുന്നത്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും പശ്ചാത്തല വികസന മേഖലയിൽ ചെയ്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മൂലമറ്റത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ച നീർണാക്കുന്നേൽ ഉൾപ്പെടെ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് തൊടുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളുടെയും ബാലഗോകുലങ്ങളുടെയും ആഭിമുഖ്യത്തിൽ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് മഹാശോഭയാത്ര നടത്തി. ഗോപികാ നൃത്തം, ഉറിയടി, നിശ്ചല ദൃശ്യങ്ങൾ, വിവിധ കലാരൂപങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ഘോഷയാത്രകൾ ഒരുമിച്ച് മഹാശോഭയാത്രയായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തുകയായിരുന്നു. കുട്ടികളും നിരവധി ഭക്തജനങ്ങളും ശോഭയാത്രയിൽ അണിനിരന്നു. ശോഭയാത്ര തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ എത്തുന്നതിന് മുന്നോടിയായി ഗാനമേളയും ഉണ്ടായിരുന്നു.
പത്മതീർത്ഥമേ നമസ്കാരം, നിനക്കായിരം നമസ്കാരം. ദേവൻ ആയങ്ങൾ തോന്നിയിരിക്കും എൻ മനസ്സിൻ നാഥൻ. പോലീസിനെ നിലയ്ക്ക് നിർത്തുമെന്ന് ബി.ജെ.പി. ദേശീയ സമിതി അംഗം പി.സി. ജോർജ്. പോലീസിന്റെ ആക്രമണം അവസാനിപ്പിക്കാത്ത പക്ഷം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിഷേധ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് പി സാനു അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പോലീസിന്റെ ആക്രമണത്തിലും അനാസ്ഥയിലും പ്രതിഷേധിച്ച ബി.ജെ.പി. ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ബി.ജെ.പി. ദേശീയ സമിതി അംഗം പി.സി. ജോർജ് ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ ആക്രമണവും അരാജകത്വവും ഉടൻ അവസാനിപ്പിക്കാത്ത പക്ഷം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ നിലപാടുമായി മുന്നോട്ട് വരുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകരിൽ കേരളത്തിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനവും പീഡനവും ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി, പോലീസ് മന്ത്രി ശ്രീ പിണറായി വിജയൻ. ആ പിണറായി വിജയൻ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ചാർജ് വഹിക്കുമ്പോഴാണ് കേരളത്തിലെ ചരിത്രത്തിലുണ്ടാകാത്ത പോലീസ് മർദ്ദനം ഉണ്ടാവുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തുകൊണ്ട് സംഭവിക്കുന്നു? പിണറായി വിജയന് ബോധം നഷ്ടപ്പെട്ടു. പ്രായമായി 80-85 വയസ്സായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ബോധത്തിന് എന്തോ, ബോധമണ്ഡലത്തിൽ എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഇല്ലെങ്കിൽ പോലീസിന്റെ കിരാത മർദ്ദനത്തിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ഒന്നാണ് സഖാവ് പിണറായി. അതുപോലെ സഖാവ് VS പോലീസ് മർദ്ദനത്തിന്റെ ഏറ്റവും വലിയ ജീവിച്ചിരുന്ന തെളിവായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടിക്കുക എന്ന് പറഞ്ഞാൽ
ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. പിണറായി വിജയനും മാത്രമല്ല, പിണറായി വിജയനും മരുമകനും ഭാര്യയും മകനും കൊച്ചുമകനും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഭരണം നടക്കുമ്പോൾ എന്തുമാകാം എന്ന് പിണറായിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പിണറായി സഖാവെ, അങ്ങേക്ക് വരാൻ പോകുന്ന ഭീകരമായ അനുഭവത്തെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. സ്വാഭാവികം നമുക്കറിയാം, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന പോലീസ് എനിക്ക് കോൺഗ്രസ്സുകാരുടെ ഏറ്റവും സഹതാപം തോന്നും. പിന്നെ സഹതാപം തോന്നുന്നത് നമ്മുടെ CPIയുടെ നേതാക്കന്മാരാണ്. തൊഴിൽ മേടിക്കുന്നതിനകത്ത് കോൺഗ്രസ്സുകാർ ആവശ്യത്തിന് മേടിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിട്ട് ഉള്ളിലിട്ട് ഭീകരമായി മർദ്ദനമേറ്റി വന്ന പല സഖാക്കന്മാരും CPIക്കുണ്ട്, കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ ഉൾപ്പെടെ, ഞാൻ ആരുടെ പേര് പറഞ്ഞ് അപമാനിക്കില്ല, ഉൾപ്പെടെ ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രം എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ പത്രത്തിലും വന്ന വാർത്തകളാണ്. ഞാൻ ഒരാളെയും പ്രത്യേകം എടുത്ത് പറയുകയല്ല. എന്തുകൊണ്ട് ഇത് നടക്കുന്നു? പ്രതികരിക്കാൻ ആളില്ല എന്ന തോന്നലാണ് പിണറായി സഖാവിനെ ഈ റൗഡിസത്തിന് പ്രേരിപ്പിക്കുന്നതെങ്കിൽ വളരെ വിനയത്തോടുകൂടി പിണറായിയോട് പറയുന്നു, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ പാർട്ടിയായ 14 കോടി മെമ്പർഷിപ്പുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായ BJP താങ്കളുടെ ഈ റൗഡിസം അവസാനിപ്പിക്കാൻ രംഗത്തുണ്ട് എന്ന് താങ്കൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യാതൊരു സംശയമില്ല. ജില്ലാ പ്രസിഡന്റ് PP സാനു അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ മേഖലാ ജനറൽ സെക്രട്ടറി VN സുരേഷ്, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി സോജൻ ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം KN ഗീതാകുമാരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ NK അബു, ബെന്നി ജോസഫ്, PG രാജശേഖരൻ, ജോർജ് പൗലോസ്, ആനി രാജു, ജില്ലാ സെക്രട്ടറിമാരായ PV ഷിൻമോൻ, വിഷ്ണു പുതിയടത്ത്, മനോജ് അടിമാലി, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗോപിനാഥ്, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ശ്രീകാന്ത് കാഞ്ഞിരമറ്റം, പ്രമോദ് S എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകാലത്തിൽ വേർപിരിഞ്ഞ മുതിർന്ന CPI നേതാവും പീരുമേട് MLAയുമായിരുന്ന വാഴൂർ സോമൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPI സംസ്ഥാന കൗൺസിൽ അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. തോട്ടമുടമകളുടെ ഗുണ്ടാക്രമണത്തിലും പോലീസ് മർദ്ദനത്തിലും നട്ടെല്ല് വളഞ്ഞ പ്രിയ നേതാവ് തന്റെ നിലപാടുകളിൽ നട്ടെല്ല് വളയ്ക്കാത്ത വ്യക്തിത്വമായിരുന്നുവെന്നും നേതാക്കൾ അനുസ്മരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പീരുമേട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകാലത്തിൽ വേർപിരിഞ്ഞ മുതിർന്ന CPI നേതാവും പീരുമേട് MLAയുമായിരുന്ന വാഴൂർ സോമൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പീരുമേട് താലൂക്കിലെ തേയിലത്തോട്ടം കമ്പനി മുതലാളിമാരും ഗുണ്ടകളും പോലീസും ചേർന്ന് തോട്ടം തൊഴിലാളികളെ അടിമത്വ ഭരണത്തിന് കീഴിൽ അടക്കി വാണിരുന്ന കാലഘട്ടത്തിലായിരുന്നു കോട്ടയം വാഴൂർ സ്വദേശിയായ സോമൻ എന്ന നേതാവിനെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പീരുമേട്ടിൽ നിയോഗിക്കുന്നത്. ലോകമെമ്പാടും കമ്മ്യൂണിസത്തിന്റെ കനലുകൾ വിതറിയ സോവിയറ്റ് യൂണിയനിൽ നിന്നും പാർട്ടി വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ഐതിഹാസിക സമരങ്ങളിലൂടെ തോട്ടം ഉടമകളുടെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു. AVT കമ്പനിയിലെ സമരത്തിന്റെ തോട്ടം ഉടമയുടെയും ഗുണ്ടകളുടെയും മർദ്ദനവും പോലീസ് മർദ്ദനവും ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിന്റെ നട്ടലിന് വരെ ക്ഷതമേറ്റ് പിന്നീടുള്ള കാലത്ത് കൂനി നടന്നാണ് പീരുമേട്ടിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചത്. കാലം അതിന്റെ പരിവർത്തനത്തിൽ അദ്ദേഹം ജനഹൃദയങ്ങളിൽ കുടിയിരുന്നതോടെ പീരുമേടിന്റെ സമരനായകനെ തങ്ങളുടെ ജനപ്രതിനിധിയായി ഇവർ തിരഞ്ഞെടുക്കുകയായിരുന്നു. ശാരീരികാസ്ഥിതകൾ മറന്ന് പീരുമേടിന്റെ വികസനത്തിനായി ഓടി നടന്ന വാഴൂർ സോമൻ തനിക്ക് ലഭിച്ച 4.5 വർഷക്കാലത്ത് 1000 കോടി രൂപയാണ് പീരുമേടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ചത്. അവസാന നിമിഷവും ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയും തന്റെ പ്രിയ തൊഴിലാളികൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തിയാണ് അദ്ദേഹം വേർപിരിഞ്ഞത്. തങ്ങളുടെ പ്രിയ നേതാവിന്റെ വിയോഗത്തിൽ നിന്നും മെല്ലെ കരകയറി തുടങ്ങിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ പ്രിയ നേതാവിന് അനുസ്മരണ സമ്മേളനം ഒരുക്കിയത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം ജോസ് ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. പീരുമേട് ഏരിയ സെക്രട്ടറി VK ബാബുക്കുട്ടി സ്വാഗതം ആശംസിച്ചു. HEL ജനറൽ സെക്രട്ടറി M ആന്റണി അനുശോചന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം KK അഷറഫ് അനുശോചന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ MLA എന്ന നിലയിലുള്ള വാഴൂർ സോമൻ സഖാവിന്റെ പ്രവർത്തനം വളരെ നല്ല പ്രകടനമാണ് പീരുമേട്ടിൽ നടത്തിയത്. പീരുമേട്ടിൽ CPI മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത സന്ദർഭങ്ങളിലെല്ലാം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ
ഈ പീരുമേടിൽ മറ്റിതര മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പീരുമേടിനെ വികസന രംഗത്ത് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും താഴെ നിലവാരത്തിൽ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ, വികസനങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ നല്ല പങ്ക് അദ്ദേഹത്തിന്റെ 4 വർഷക്കാലം അദ്ദേഹം നിർവഹിച്ചു. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ, മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന KK ശിവരാമൻ, നേതാക്കളായ VR ശശി, CU ജോയ്, പ്രിൻസ് മാത്യു, മുൻ പീരുമേട് MLA ES ബിജിമോൾ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ ജിജി കെ ഫിലിപ്പ്, മോളി ഡൊമിനിക്, അഡ്വക്കേറ്റ് സോബിൻ സോമൻ, കുസുമം സതീഷ്, VK ധനപാൽ, PJ റജി, CK കൃഷ്ണൻകുട്ടി, Y ജയൻ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. CPI ജില്ലാ കൗൺസിൽ അംഗം PJ ടൈറ്റസ് നന്ദി അറിയിച്ച് സംസാരിച്ചു. നിരവധി പ്രവർത്തകർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. വാരപ്പെട്ടി ആയവന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മൈലൂർ കക്കാട്ടൂർ കാലാമ്പൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. വാരപ്പെട്ടി ആയവന ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. 50 ലക്ഷം രൂപ നമ്മുടെ ഈ പ്രാദേശിക വികസനത്തിന് വേണ്ടി, ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടി പഞ്ചായത്ത് മാറ്റിവെച്ചു എന്ന് പറയുന്നത് ഒരു കാരണവശാലും ചെറിയൊരു കാര്യമല്ല. ആ നിലയിൽ വളരെ ശുഭോദർഹമായ ഒരു തീരുമാനം ഇവിടെ കൈക്കൊണ്ട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ആ ഒരു നിലയിൽ 50 ലക്ഷം രൂപ ഇവിടെ മുടക്കുകയാണ്. അതിന്റെ ലക്ഷ്യം ഇവിടെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിന്റെ ഒരു മർമ്മപ്രധാനമായ അല്ലെങ്കിൽ ഒരു ഹൃദയരേഖ പോലെ കടന്നു പോകുന്ന ഒരു റോഡാണ്. ഈ മേഖലയിൽ ഇപ്പൊ MP എന്നുള്ള നിലയിൽ PMGSY പദ്ധതികളുടെ പുതിയ അവതരണമൊക്കെ വന്നപ്പോൾ നമുക്ക് 2 പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തുടർന്നും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MS ബെന്നി, ദീപ ഷാജു, KM സെയ്ദ്, പഞ്ചായത്ത് അംഗങ്ങളായ KK ഹുസൈൻ, ഷജി ബെസി, പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ്, ഷാജി വർഗീസ്, MV ജോയ്, AC ചാക്കോ, അബു CM, AJ സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഹരിതം ഈ കോതമംഗലം പദ്ധതിക്ക് തുടക്കമായി. കോതമംഗലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം KSRTC അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ നിജാമുദ്ദീൻ G അധ്യക്ഷത വഹിച്ചു. മെന്റർ കെയർ ഡയറക്ടർ ആശ ലില്ലി തോമസ് ഫലവൃക്ഷ തൈകൾ KSRTCക്ക് കൈമാറി. ഹരിത KSRTC പ്രവർത്തനത്തിന്റെ ഭാഗമായി KSRTC കോതമംഗലം യൂണിറ്റിൽ ഫലവൃക്ഷ തൈ നട്ടുപിടിപ്പിക്കുന്ന മെന്റർ കെയർ ഹരിതം ഈ കോതമംഗലം പദ്ധതിക്ക് തുടക്കമായി. കോതമംഗലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ KSRTC സ്റ്റാൻഡുകളിലേക്ക് നിരവധി ആളുകൾ ഓരോ ദിവസവും വന്നു പോകുന്നുണ്ട്. അപ്പോൾ അത്തരം സ്ഥലത്ത് ശുചിത്വം നല്ല രീതിയിൽ പ്രവർത്തനം സാധ്യമാകേണ്ടതുണ്ട്. ടോയ്ലറ്റ് ആയാലും പൊതു പരിസരമായാലും എല്ലാം. കോതമംഗലം KSRTC അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ നിജാമുദ്ദീൻ G അധ്യക്ഷത വഹിച്ചു. മെന്റർ കെയർ ഡയറക്ടർ ആശ ലില്ലി തോമസ് ഫലവൃക്ഷ തൈകൾ KSRTCക്ക് കൈമാറി. KSRTC നവീകരണം എന്ന് പറയുമ്പോൾ ഇവിടെ കോതമംഗലത്ത് താമസിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ് അതിൽ പങ്കുചേരുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നവീകരിച്ച് അതുപോലെ തന്നെ ഹരിതമാക്കാനും വൃത്തിയാക്കാനും വലിയ ചേച്ചിമാരൊക്കെ അത് ശുചിയാക്കാനും അത് നവീകരണ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന പ്രിൻസിക്ക് വളരെ വലിയ അഭിനന്ദനങ്ങൾ. കാരണം KSRTC കേരളത്തിന് തന്നെ മാതൃകയായിട്ട് വരുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. KA നൌഷാദ്, നിഷ ഡേവിഡ്, KS സിദ്ദിഖ്, ആശ ലില്ലി തോമസ്, അനസ് ഇബ്രാഹിം, പ്രിറ്റ്സി പോൾ എന്നിവർ പ്രസംഗിച്ചു. KSRTCയുടെ ഹരിത പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകുമെന്ന് മെന്റർ കെയർ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 46 വർഷങ്ങൾക്ക് ശേഷം പഠിച്ച സ്കൂളിൽ ഒത്തുചേർന്ന് ദേശേരി സെന്റ് സെബാസ്റ്റ്യൻസ് HS പൂർവ്വ വിദ്യാർത്ഥികൾ. ദീർഘനാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ സുഹൃത്തുക്കൾ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവച്ചും പഴയകാല സൗഹൃദം പുതുക്കിയും ഏറെ സമയം ചിലവിട്ടു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ പോൾ മൈലക്കച്ചാലിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കൺവീനർ സൈമൺ ജോർജ് തോയലിൽ അധ്യക്ഷത വഹിച്ചു.
നേശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് HS 1978-79 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നടന്നത്. 46 വർഷങ്ങൾക്ക് ശേഷം നടന്ന കൂടിച്ചേരലിൽ പങ്കെടുക്കാൻ വിവിധയിടങ്ങളിൽ താമസിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സുഹൃത്തുക്കൾ സ്കൂൾ കുട്ടികളായി മാറി. സ്കൂൾ കാലഘട്ടങ്ങൾ ഓർത്തെടുത്ത് തമാശ പറഞ്ഞും സന്തോഷം പങ്കിട്ടും ഗുരുനാഥന്മാരോടൊപ്പം അന്നത്തെ ദിവസം അവിസ്മരണീയമാക്കി. സ്കൂളിൽ സംഘടിപ്പിച്ച യോഗം സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ പോൾ മൈലക്കച്ചാലിൽ ഉദ്ഘാടനം ചെയ്തു. വളർന്ന് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് എത്തിയ ഒരു മരത്തിൻ്റെ വിവിധ ശാഖകൾ പോലെ ഒരു ബാച്ച് ഒരുമിച്ച് നിൽക്കുന്നു. ചില ഇലകളൊക്കെ തീർച്ചയായിട്ടും കൊഴിഞ്ഞിട്ടുണ്ടാകും. കൊഴിഞ്ഞ ഇലകളെ കോർത്ത് നമ്മൾ അവർക്ക് നന്മ നേരുന്നു. നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, നമ്മളാകുന്ന ജീവവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വളമിട്ടവർ. ഈ ദിവസങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വലിയൊരു കാര്യം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. വടക്കേ ഇന്ത്യയിൽ ബജരംഗദൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, റാഡിക്കൽ ഗ്രൂപ്പാണ്. അവർ ദളിതരുമായിട്ടുള്ള പലപ്പോഴും ദളിതരെ ഒടുക്കുകയും ദളിതർക്ക് ഇവിടെ കയറാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ചെറിയ റാഡിക്കലായിട്ടുള്ള ഗ്രൂപ്പ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു പ്രത്യേകത, ഈ ദളിതരായ ആളുകളെല്ലാം സംഘടിച്ച് തങ്ങളെ ഉപദ്രവിക്കുന്നവരെ ചോദ്യം ചെയ്യുന്നു എന്നതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വിദ്യാഭ്യാസം കിട്ടി, അവർ എഡ്യൂക്കേറ്റഡ് ആയി. അതിന് വലിയ കാര്യമാണ് ഈ മൊബൈൽ ഫോൺ എന്നുള്ള സാധനം. നമ്മൾ വിചാരിക്കുന്നേക്കാൾ വളരെ ശക്തമാണ് ഈ മൊബൈൽ ഫോൺ. കാരണം ഈ മൊബൈൽ ഫോണുള്ള ഒരാൾ ദളിതനായാലും കഴിവില്ലാത്തവനാണെങ്കിലും അവന് ഈ ലോകത്തിൻ്റെ ഒരു ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് അയാൾക്ക് തോന്നുകയാണ്. യൂണിയൻ കൺവീനർ സൈമൺ ജോർജ് തോയലിൽ അധ്യക്ഷത വഹിച്ചു. മാത്യു ഓരത്തൻ, പൂർവ്വ വിദ്യാർത്ഥികൾ ആയിരുന്ന സുമതി PK, KN മോഹനൻ, സോജൻ ജോസ്, ജോർജ് അഗസ്റ്റിൻ, KJ തോമസ് എന്നിവരും സ്കൂൾ ഹെഡ്മാസ്റ്റർ നോബിൻ ജോർജ് എന്നിവരും സംസാരിച്ചു. സന്തോഷം പങ്കിടാൻ നോൺ ടീച്ചിംഗ് സ്റ്റാഫും എത്തിയിരുന്നു. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് 2 പതിറ്റാണ്ടിലേറെ പ്രവർത്തന പരിചയമുള്ള ബെൻ ഹോളിഡേയ്സ് ട്രാവൽ ആൻഡ് ടൂറിസം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി റോഡിൽ ചിറക്കൽ ടൂറിസ്റ്റ് ഹോമിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആരംഭിച്ച ബെൻ ഹോളിഡേയ്സ് ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് 21 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ബെൻ ഹോളിഡേയ്സ് ട്രാവൽ ആൻഡ് ടൂറിസം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി റോഡിൽ ചിറക്കൽ ടൂറിസ്റ്റ് ഹോമിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. ബെൻ ഹോളിഡേയ്സ് ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ധാരാളം ആളുകൾ ഇന്ന് വിദേശത്തേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും തന്നെ വിദേശത്താണ്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും യാതൊരു പേടിയില്ല. മാത്രമല്ല, ഇപ്പോൾ കാർന്നവന്മാരെയും കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ധാരാളം ആളുകൾ ദിനം പ്രതി വിദേശ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം കൊണ്ട് കഴിയുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ എല്ലാ നിലയിലും ഈ സ്ഥാപനം പച്ചപിടിക്കട്ടെ, നാടിന് ഉപകാരപ്രദമാകുന്ന തരത്തിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ ബെന്നറ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്ഥാപനം ഔപചാരികമായി കാണിച്ചത് അറിയിക്കുന്നു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വളരെ കാലത്ത്
പരിചയസമ്പന്നതയും അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ബന്ധങ്ങളും ഒക്കെ ഈ സ്ഥാപനം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ബെന്നറ്റിന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഓൾ ടിക്കറ്റ്സ്, പാക്കേജ് ടൂർസ്, ഹോളി ലാൻഡ് ആൻഡ് പിൽഗ്രിം ടൂർസ്, വിസ സർവീസസ്, ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവയുടെ ബുക്കിംഗ് തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. തൊടുപുഴ ഇടുക്കി റോഡിൽ സെന്റ് മേരീസ് ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തിക്കുന്ന ചിറക്കൽ ടൂറിസ്റ്റ് ഹോം സഹോദര സ്ഥാപനമാണ്. വെൻ ഹോളിഡേയ്സ് ട്രാവൽ ആൻഡ് ടൂറിസം എന്നൊരു പുതിയ പ്രസ്ഥാനം തൊടുപുഴയിൽ ഇടുക്കി റോഡിൽ സെന്റ് മേരീസ് ഹോസ്പിറ്റലിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 21 വർഷത്തെ പ്രവർത്തന പരിചയത്തിൻ്റെ മുതൽക്കൂട്ടുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സംരംഭം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ കൊടുക്കുന്ന സർവീസുകൾ എയർ ടിക്കറ്റ്സ്, പാക്കേജ് ടൂറുകൾ, വിസ പ്രോസസ്സിംഗ്, ഹോട്ടൽ ആൻഡ് റിസോർട്ട് ബുക്കിംഗ്, അങ്ങനെ ട്രാവൽ സംബന്ധമായ എല്ലാവിധ അസിസ്റ്റൻസും നല്ല കൃത്യതയോടെ ഉത്തരവാദിത്തത്തോടുകൂടിയും വളരെ ഭംഗിയായി ഞങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതാണ്. കഴിഞ്ഞ 21 വർഷക്കാലം സ്വദേശത്തും വിദേശത്തുമായുള്ള എക്സ്പീരിയൻസിൻ്റെ ബലത്തിലാണ് ഞങ്ങൾ ഈ സംരംഭം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഹാർദവമായി സ്വീകരിച്ചുകൊള്ളുന്നു, ക്ഷണിക്കുന്നു. നന്ദി. തൊടുപുഴ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ഓഫീസും കോൺഫറൻസ് ഹാളും ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ ഇന്ദു സുധാകരൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ഏറെ വർഷങ്ങൾക്ക് ശേഷം തൊടുപുഴ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ഓഫീസും കോൺഫറൻസ് ഹാളും നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. യോഗം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഏറെ നാളുകളായി ഒരു കോൺഫറൻസ് റൂമോ അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അതിനുള്ളതായ ഒരു മുൻകൈ എടുക്കാനായിട്ട് ആരും തന്നെ അങ്ങനെ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള വസ്തുത. എന്തായാലും 2025 ഭരണസമിതി ആദ്യമായിട്ട് വന്നതിന് ശേഷം ആദ്യം എടുത്തതായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് ഒരു ഇരിപ്പിടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. കാരണം അനവധിയായ കാര്യങ്ങൾ ഇരുന്ന് ചർച്ച നടത്തുവാനും അതുപോലെ തന്നെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുവാനും ഒക്കെ ഉള്ളതായ ഒരു അവസരം എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇരുന്ന് കമ്മിറ്റി കൂടുവാനും അതുപോലെ തന്നെ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനും ഒക്കെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ഓഫീസ് സമുച്ചയം എന്നുള്ളതായ രീതിയിൽ സർക്കിൾ സഹകരണ യൂണിയന്റെ ബിൽഡിങ്ങിൽ തന്നെ ഒരു ഭാഗം അതിന് കണ്ടെത്തിയിരിക്കുകയാണ്. സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ MT ജോണി, സ്കറിയ M, ടോണി കുര്യാക്കോസ്, ടോമി കാവാലം, ടോമിച്ചൻ മുണ്ടുപാലം, ടോം തോമസ്, CP കൃഷ്ണൻ, കൃഷ്ണൻ കണിയാപുരം, സിജോ, CK നസീർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഗീത VN, AD ശാലിനി, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സൂപ്പർ ടെക് അലൂമിനിയം ഫാബ്രിക്കേഷന്റെ നവീകരിച്ച ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോഓപ്പറേറ്റീവ് കോളേജ് റോഡിലാണ് നവീകരിച്ച ഷോറൂം ആരംഭിച്ചത്. എല്ലാവിധ ഫാബ്രിക്കേഷൻ ജോലികളും കൂടുതൽ വേഗത്തിലും കൃത്യതയോടെയും സൂപ്പർ ടെക് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തു നൽകും. തൊടുപുഴ കോഓപ്പറേറ്റീവ് കോളേജ് റോഡിൽ സൂപ്പർ ടെക് അലുമിനിയം ഫാബ്രിക്കേഷന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവിധ ഫാബ്രിക്കേഷൻ ജോലികളും വേഗത്തിലും കൃത്യതയോടും കൂടി ചെയ്തു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപുലീകരിച്ച് കൂടുതൽ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചത്.
കോർപ്പറേഷൻ ഭാരവാഹികളും കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു. അലുമിനിയം മോഡുലാർ കിച്ചൺ, ഹാൾ പാർട്ടീഷൻ, TV യൂണിറ്റ്, പ്രെയർ യൂണിറ്റ് തുടങ്ങിയ എല്ലാത്തരം അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലികളും ചെയ്തു നൽകുമെന്നും ഇത്രയും നാൾ സൂപ്പർടെക് അലുമിനിയം ഫാബ്രിക്കേഷനോട് സഹകരിച്ച പോലെ തുടർന്നും സഹകരിക്കണമെന്നും മാനേജ്മെന്റ് പറഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി കോപ്പറേറ്റീവ് കോളേജ് റോഡിൽ കാപ്പിൽ ബിൽഡിംഗിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർടെക്കിന്റെ പുതിയ ഷോറൂം തൊട്ടടുത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി കൂടുതൽ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. വിശാലമായ സൗകര്യങ്ങളോടെയും പുത്തൻ ഉൽപ്പന്നങ്ങളുടെ പുതിയ ശേഖരവുമായി നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സേവനം ഞങ്ങൾ നൽകാൻ സജ്ജരായി കഴിഞ്ഞു. ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും സഹകരണത്തിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സജീവമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. മൂലമരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രഹന ഫാൻസി വിപുലീകരിച്ച് രഹന ബ്രൈഡൽ ഹബ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സ്ഥാപന ഉടമയുടെ മാതാപിതാക്കളായ അബ്ദുൾ അസീസും ഖദീജയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. 4 പതിറ്റാണ്ടിലേറെയായി മൂലമരുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രഹന ഫാൻസി വിപുലീകരിച്ച് രഹന ബ്രൈഡൽ ഹബ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സ്ഥാപന ഉടമയുടെ മാതാപിതാക്കളായ അബ്ദുൾ അസീസും ഖദീജയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ലേഡീസ് ഫാൻസി ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ, ബാഗുകൾ, ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങിയവ ഇവിടെ ലഭ്യമാണ്. ഇതുവരെ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം തുടർന്നും ഏവരുടെയും സഹകരണങ്ങൾ വേണമെന്നും മാനേജ്മെന്റ് അറിയിച്ചു.
സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള നടത്തി. തങ്കമണി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എബി എം പി മേളയുടെ ഭാഗമായി നടന്ന മാർച്ച് പാസ്റ്റ് ഫ്ലാഗ് ഓഫ് ചെയ്തു. യോഗത്തിന് ശേഷം കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ നടന്നു. കുട്ടികളെ വിവിധ ഹൌസുകളായി തിരിച്ചാണ് കായിക മത്സരങ്ങൾ നടത്തിയത്. കായികമേളയുടെ ഭാഗമായി നടന്ന മാർച്ച് പാസ്റ്റ് തങ്കമണി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എബി എം പി ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് പുത്തൻപുര കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ എന്താണ്, നമ്മൾ ആരാണ് എന്നുള്ളൊരു ബോധ്യം അതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. തീർച്ചയായിട്ടും ഇന്നേ ദിവസം നമ്മൾ പങ്കെടുക്കുന്ന മത്സരങ്ങളിൽ ഒരുപക്ഷെ എല്ലാവർക്കും വിജയിക്കുവാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ പങ്കെടുത്ത് നമ്മുടെ കഴിവ് എവിടെയുണ്ട്, എങ്ങനെയാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരവസരമായിട്ട് നമുക്കിതിനെ കാണുവാൻ സാധിക്കണം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇതിനോട് സഹകരിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ആത്മാർത്ഥതയോടെ ഇതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുകയാണ്. ഇവിടെ ഇത് തുടക്കം മാത്രം. ഇനിയും മറ്റ് സ്കൂളുകളുമായിട്ടുള്ള മത്സരത്തിലും നമ്മുടെ സ്കൂള് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകണം. അതിന് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് സാധിക്കുക. നമ്മുടെ കഴിവുകൾ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ വിനിയോഗിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. ആ ഒരു ചിന്തയോടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒത്തൊരുമയോടെ നമുക്ക് മുന്നോട്ട് പോകുവാനിടയാകട്ടെ. സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ്, കായികാധ്യാപകൻ ഫ്രാങ്ക്ലിൻ വി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ ഇനങ്ങളുടെ മത്സരങ്ങൾ നടന്നു. അധ്യാപകരായ ബിജു തോമസ്, ജിഷ്മോൻ ജോൺ, ജോബി ജോസഫ്, തോമസ്, അനിൽ കെ ഫ്രാൻസിസ്, ഷീന വർഗീസ്, അലൻ മരിയ, ഏഞ്ചൽ പൗലോസ് തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂലമറ്റം കോട്ടമല റോഡിന്റെയും അറക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് തൊടുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളുടെയും ബാലഗോകുലങ്ങളുടെയും ആഭിമുഖ്യത്തിൽ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് മഹാശോഭയാത്ര നടത്തി. പോലീസിനെ നിലയ്ക്ക് നിർത്തുമെന്ന് ബിജെപി ദേശീയ സമിതി അംഗം PC ജോർജ് പറഞ്ഞു. ബിജെപി ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകാലത്തിൽ വേർപിരിഞ്ഞ മുതിർന്ന CPI നേതാവും പീരുമേട് MLAയുമായിരുന്ന വാഴൂർ സോമൻ അനുസ്മരണം സംഘടിപ്പിച്ചു. വാരപ്പെട്ടി ആയവന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മൈലൂർ, കക്കാട്ടൂർ, കാലാമ്പൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.